നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കലാം. ഞാൻ ENT വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂക്ക് അഥവാ ചെവിയിൽ പിയേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ മൂക്ക് കുത്തുക, ചെവിയിൽ കാത് കുത്തുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് പറയാൻ പോകുന്നത്. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടമാനം നമുക്ക് പേഷ്യൻസ് ഇത് പിയേഴ്സ് ചെയ്തതിന് ശേഷം ഇൻഫെക്റ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. മൂക്ക് കുത്തുക അല്ലെങ്കിൽ കാത് കുത്തുക എന്ന് പറയുമ്പോൾ യൂഷ്വലി എല്ലാവരും കുത്തുന്നത് നമ്മുടെ ഇവിടെ എല്ലില്ലാത്തൊരു ഭാഗത്താണ് ആദ്യത്തെ പിയേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റഡ് ഇടുന്നത്. ഇതിന് ശേഷം പിന്നെ സെക്കൻഡ് സ്റ്റഡ്, തേർഡ് സ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പിയേഴ്സ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ വളരെയധികം കോമൺ ആണ് യൂത്തിൻ്റെ ഇടയിൽ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റഡ് ചെയ്യുന്നത് ഇവിടെ ഉള്ളത് ഫാറ്റ് മാത്രമാണ്. സ്കിൻ കഴിഞ്ഞാൽ പിന്നെ ഫാറ്റാണ്, അഡിപ്പോസ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് അത് വലിയ ഇൻഫെക്ഷൻ ഇല്ലാതെ അത് മുന്നോട്ട് പോകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് മുകളിലോട്ട് പിയേഴ്സ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്നത് കാർട്ടിലേജാണ്. ഈ കാർട്ടിലേജിന് പിയേഴ്സ് ചെയ്യുമ്പോൾ ഇത് താരതമ്യേന നമ്മൾ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, താഴത്തെ ഫസ്റ്റ് സ്റ്റഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെയധികം പെയിൻഫുൾ ആയിരിക്കും. കാരണം ഇത് കാർട്ടിലേജിനെയാണ് പിയേഴ്സ് ചെയ്യുന്നത്. പിയേഴ്സ് ചെയ്യുന്ന രണ്ട് രീതികൾ ഉണ്ട്. ഒന്ന് നീഡിൽ വെച്ചിട്ട് പിയേഴ്സ് ചെയ്യുന്നതുണ്ട്, രണ്ടാമത് ഗണ്ണ് വെച്ച് ചെയ്യുന്നതുമുണ്ട്. ഇതിൽ ഏറ്റവും സേഫായിട്ടുള്ളത് നീഡിൽ വെച്ച് പിയേഴ്സ് ചെയ്യുന്നതാണ്. ഗണ്ണ് വെച്ച് പിയേഴ്സ് ചെയ്യുന്നത് ഫാസ്റ്റാണ്, കുറേയധികം ട്രോമ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിഫറബിളി ഗണ്ണിനേക്കാളും നല്ലത് നീഡിൽ വെച്ച് പിയേഴ്സ് ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഗൺ കുറച്ചും കൂടി ചീപ്പായതുകൊണ്ടും ഫാസ്റ്റ് ആയതുകൊണ്ടുമാണ് എല്ലാവരും ഗൺ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നീഡിലിൻ്റെ അത്രയും സ്റ്റെറിലിറ്റി ഒന്നും ഗണ്ണിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നീഡിൽ പിയേഴ്സിംഗ് ആയിരുന്നു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാൻ കാരണം. രണ്ട്, നമ്മുടെ കാർട്ടിലേജിൽ ഉണ്ടാക്കുന്ന ട്രോമ, അതിലുണ്ടാക്കുന്ന അത് കട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ട്രോമ കുറവ് നീഡിൽ കൊണ്ടാണ്. ഗണ്ണിന് ട്രോമ കൂടുതലാണ്. വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇടുന്ന സ്റ്റഡുകൾ അത് ചിലവർ ഫാൻസി മെറ്റൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും. ചിലവർ പറയും, ചില ജുവല്ലേഴ്സ് പറയും അവിടെ തൽക്കാലം ഇപ്പോൾ ഗോൾഡ് ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഹോളായതിനു ശേഷം നമുക്ക് ഗോൾഡ് ആക്കാം എന്നൊക്കെ പറയുമ്പോൾ കുറേ അധികം പേഷ്യൻസ് ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു ഫാൻസി മെറ്റീരിയലായിട്ട് അലർജി ഡെവലപ്പ് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻ വരലുണ്ട്. അലർജി വന്നിട്ട് അതിനോട് റിയാക്ട് ചെയ്ത് ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ എല്ലാം മാറുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ വളരെയധികം അസെപ്റ്റിക് കണ്ടീഷൻസിൽ വേണം ചെയ്യാൻ. വളരെ ക്ലീൻ ആയിരിക്കണം. അതല്ലാതെ പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ഇനി നമ്മുടെ താഴത്ത് ഈ സ്കിന്ന് പിയേഴ്സ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക് മുകളിൽ ഈ കാർട്ടിലേജ് പിയേഴ്സ് ചെയ്യാൻ കാരണം, അവിടെ കാർട്ടിലേജിൽ ഇൻഫെക്ഷൻ കയറി കഴിഞ്ഞാൽ അതൊരു പെരികോൺട്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖത്തിലേക്ക് പോവുകയും പിന്നീട് അത് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമായിട്ട് മാറുകയും ചെയ്യും. ഇത് സർജിക്കൽ ഡിബ്രൈഡ്മെൻറ്റ് ചെയ്യേണ്ടി വരെ അവസ്ഥകൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ കണ്ടമാനം വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ബോധവൽക്കരണ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്ന പേഷ്യൻ്റ്, ഈ ഒരു വ്യക്തി ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡയബറ്റിക് കൺട്രോൾഡ് അല്ല എങ്കിൽ ഇത് ഉണങ്ങാൻ ടൈം എടുക്കുകയും പിന്നെ ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൂക്കിലും ഒക്കെ ഉള്ളിൽ കണ്ടമാനം നോർമലായിട്ട് നമ്മുടെ എല്ലാവരുടെ മൂക്കിലും കണ്ടമാനം ഓർഗാനിസംസും മൈക്രോ ഓർഗാനിസം വളരുന്നുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ നോസ് ഒന്ന് പിയേഴ്സ് ചെയ്യുമ്പോൾ വളരാനുള്ളൊരു മീഡിയം ഒരു സാധ്യത കൊടുക്കുന്നതുകൊണ്ട് നോസ് പിയേഴ്സിങ്സ് ഒക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്നതായിട്ട് കഴിഞ്ഞൊരു വർഷത്തിൽ കണ്ടമാനം കേസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോസൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സ്റ്റെറൈലായിട്ടും പറ്റുന്നതും റെയർ ആയിട്ടുള്ള മെറ്റൽസ് എടുക്കുകയും നമ്മുടെ ബോഡിയിൽ നിന്ന് റിയാക്ട് ചെയ്യാത്തത്, എന്ന് വെച്ചാൽ ഗോൾഡ്, പ്ലാറ്റിനം, ഇതൊക്കെ നമ്മുടെ ബോഡിയായിട്ട് വല്ലാതെ റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അതിന് റെയർ മെറ്റൽസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ മെറ്റൽസ് കൊണ്ട് പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടിയും സേഫായിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നാലും ഒരു ഡോക്ടർ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ റെക്കമെൻഡേഷൻ എപ്പോഴും കാർട്ടിലേജ് പിയേഴ്സ് ചെയ്യാതിരിക്കുക എന്നാണ്. വേറെ ഒന്നുകൊണ്ടുമല്ല, അത് കുറച്ചുകൂടി സേഫ് ആയതുകൊണ്ടാണ്. കാർട്ടിലേജ് പിയേഴ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷേ കാർട്ടിലേജ് പിയേഴ്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റെറൈലായിട്ടും അത് അണ്ടർ എ മെഡിക്കൽ ഗൈഡൻസ് ചെയ്യുന്നതാണ്. അത് വൃത്തിയായിട്ട് അതിൻ്റെ രീതിയിൽ പോകുന്നതാണ് അത് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഭാഗത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.